ഒന്നെങ്കിൽ അവർ എക്സ്ട്രീം ഒരു ഡയറ്റിലോട്ട് പോകും, പട്ടിണി കിടന്ന് ഇത് എങ്ങനെയും കുറച്ച് എനിക്ക് ഈ നാട്ടുകാരുടെ ഈ കേൾക്കുന്നത് തടയണം എന്നുള്ളൊരു അതിലോട്ട് പോകും. ചിലർ ഒത്തിരി മെലിഞ്ഞിരിക്കുന്നുണ്ട്, അവരെയും ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കും, പക്ഷെ വണ്ണം വെക്കത്തില്ല. ചിലപ്പോൾ അതൊക്കെ എനിത്തിങ് എക്സ്ട്രീം എന്ന വേർഡ് തന്നെ നമുക്ക് ഉപദ്രവമാണ്. അത്രയും വെയിറ്റ് കൂടുന്നവര് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുന്നതിനോട് കൂടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. ബിക്കോസ് നമ്മുടെ മൂഡ് സ്വിങ്സും നമ്മുടെ ബുദ്ധിമുട്ടുകളും സൈക്കോളജിസ്റ്റ് ഡീൽ ചെയ്യണം. കാര്യം 150 കിലോ 140 കിലോ ആയിട്ടൊക്കെ വരുന്നവരെ വെറുതെ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൊണ്ട് മാത്രം കുറപ്പിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ദുഃഖമാണ്. അപ്പം ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഈ സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺ റിലീസ്. കോർട്ടിസോൾ അഗെയിൻ ഒരു ഹോർമോണാണ്, ഒരു സ്റ്റെറോയിഡ് ഹോർമോണാണ്. നമ്മുടെ ബ്ലഡ് ലെവൽസ് നോക്കുമ്പോൾ അത് നോർമലി നോക്കുക രാവിലെ 8 മണി വൈകിട്ട് 4 മണി. കോർട്ടിസോൾ ലെവൽ കൂടിയ ഒരാളുടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, പഫി ഫേസ് ആയിരിക്കും ഈ ഒരു ഏരിയ. എഗെയിൻ ഒരു കൈൻഡ് ഓഫ് പ്രിവെന്റീവ് ഫ്രം ലൂസിങ് വെയിറ്റ്. നമുക്ക് ഒരു ബോഡിയിൽ ഒരു ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരും. ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വന്നാൽ ബ്രെയിനിന് സിഗ്നൽ കിട്ടൂല ബേൺ ഫാറ്റ്. എല്ലാ ഫാറ്റും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും എന്നുള്ളത് ഒരു ബേസിക് ടേംസിൽ പറയുകയാണ്. ഇപ്പോൾ കോർട്ടിസോൾ ലെവൽസ് കൊണ്ടുവരാൻ നമ്മൾ കുറെ കൂടെ റിലാക്സേഷൻ കാര്യങ്ങൾ ചെയ്യണം. ഫുഡ് കറക്റ്റ് ആവണം. ഫുഡ് മാത്രം കറക്റ്റ് ആയാൽ പോരാ, സ്ട്രെസ് ലെവൽസ് ടോട്ടലി നോർമൽ ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പും അവിടെ ആവശ്യം ഉണ്ടാവും.